ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചക്കപ്രഥമനാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിലൊരു സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പികളെ ലഭിക്കാനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തേക്കുന്നത് 1 കപ്പ് നന്നായിട്ട് പഴുത്ത ചക്കപ്പഴമാണ്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് എടുക്കാം കേട്ടോ. മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇവിടെ 1-ാം പാല് 2-ാം പാലൊന്നും വേറെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് എടുത്തേക്കുന്നത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന കൈമ റൈസാണ്. അത് 1.5 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി, നെയ്യ്, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ട്, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി പായസം തയ്യാറാക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അഴുക്കുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ ചക്കപ്പഴം. നിങ്ങൾക്ക് പിന്നെ ചക്കപ്പഴം അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ അരച്ച് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ആക്കിയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ചെറുതീയിലിരുന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു ശർക്കരയും ചക്കയും നന്നായിട്ട് ഉരുകി യോജിച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്ക വെന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലിൽ നിന്ന് 1 കപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കൈമ റൈസ് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടെയും ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അടി പിടിച്ചു പോവും, കട്ട വെട്ടിയൊക്കെ പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് എന്താ പറയുക, ഇളക്കി യോജിപ്പിച്ചോളണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലോട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിക്കാതെയാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 5-6 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 സ്പൂൺ മുതൽ 1/4 സ്പൂണോ 1/2 സ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ബാക്കിയിരിക്കണ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് വരുന്നതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത 2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യും കൂടെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യമേ കാണിച്ച അണ്ടിപ്പരിപ്പ് ഈ നെയ്യിൽ വഴറ്റിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വഴറ്റണമൊന്നുമില്ല, നേരിട്ട് രണ്ടും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഉറപ്പ് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നമ്മൾ ആ ഒരു കൈമ റൈസും കൂടെയും ഇതിലേക്ക് ചേർക്കണത് കൊണ്ട് തന്നെ നല്ല ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.